നമസ്കാരം, ഇടി മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിലെ നിക്ഷേപകർക്കും പ്രത്യേകിച്ച് എഫ്&ഒ ട്രേഡേഴ്സിനും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE വോഡഫോൺ ഐഡിയ സെയിൽ തുടങ്ങി പ്രധാനപ്പെട്ട 18 ഓഹരികൾക്ക് മേൽ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. വരാനിരിക്കുന്ന മാർച്ച് സീരീസ് മുതൽ ഈ ഓഹരികൾക്ക് 15% അധിക മാർജിൻ നൽകേണ്ടി വരും. ഇതെന്തുകൊണ്ടാണ്, ഏതൊക്കെ ഓഹരികളെയാണ് ഇത് ബാധിക്കുക എന്ന് നമുക്ക് വിശദമായി നോക്കാം. മാർജിൻ എന്താണെന്ന് ഒരു ട്രേഡർക്ക് നല്ല രീതിയിൽ അറിയും. എങ്കിലും മാർജിനെ കുറിച്ചുള്ള ബേസിക് ആയ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് മാർജിൻ. ഇതിനെ ലളിതമായി പറഞ്ഞാൽ, ഒരു വലിയ തുകയുടെ ട്രേഡ് ചെയ്യുന്നതിനായി നിങ്ങൾ ഒരു ബ്രോക്കറുടെ പക്കൽ മുൻകൂറായി കെട്ടിവെക്കുന്ന ഒരു സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആണിത്. സാധാരണ ഓഹരികൾ വാങ്ങുമ്പോൾ ആ ഓഹരിയുടെ മുഴുവൻ വിലയും നമ്മൾ നൽകണം. എന്നാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഒരു നിശ്ചിത ശതമാനം തുക മാത്രം നൽകിയാൽ മതി. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ ഓഹരികൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം 2 ലക്ഷം രൂപ മാർജിൻ നൽകിയാൽ മതിയാകും. ഈ തുകയാണ് മാർജിൻ. എഫ്&ഒ ഒരു ലിവറേജ് ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് കുറഞ്ഞ പണം ഉപയോഗിച്ച് വലിയ മൂല്യമുള്ള കോൺട്രാക്റ്റുകൾ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഓഹരികൾ വാങ്ങാൻ ബ്രോക്കർ നിങ്ങളെ അനുവദിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് 5 മടങ്ങ് ലിവറേജ് ലഭിക്കുന്നുണ്ട്. എന്തിനാണ് എക്സ്ചേഞ്ച് മാർജിൻ ഈടാക്കുന്നത്? വിപണിയിൽ പെട്ടെന്നുണ്ടാകുന്ന വില വ്യതിയാനങ്ങൾ മൂലം ട്രേഡർക്ക് വൻ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നഷ്ടം സംഭവിക്കുമ്പോൾ ട്രേഡർ അത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ അത് വിപണിയെ മൊത്തത്തിൽ ബാധിക്കും. ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക് റിസ്ക് ഒഴിവാക്കാനാണ് എക്സ്ചേഞ്ച് ഒരു സുരക്ഷാ കവചമായി മാർജിൻ മുൻകൂട്ടി വാങ്ങുന്നത്. സാധാരണയായി 2 തരം മാർജിനുകളാണ് ഇതിൽ വരുന്നത്. സ്പാൻ മാർജിൻ ആണ് ആദ്യത്തേത്. വിപണിയിലെ റിസ്ക് കണക്കാക്കി എക്സ്ചേഞ്ച് നിശ്ചയിക്കുന്ന മിനിമം തുകയാണിത്. എക്സ്പോഷർ മാർജിൻ ആണ് അടുത്തത്. കൂടുതൽ സുരക്ഷയ്ക്കായി ഇതിന് പുറമെ ഈടാക്കുന്ന തുകയാണിത്. നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ലാഭം പ്രതീക്ഷിക്കുമ്പോൾ അഥവാ 1 ലക്ഷം രൂപയുടെ നഷ്ടം വന്നാൽ അത് നികത്താൻ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് എക്സ്ചേഞ്ചുകൾ മാർജിൻ നിർബന്ധമാക്കുന്നത്. NSE 15% എക്സ്പോഷർ മാർജിൻ ആണ് ചുമത്തുന്നത്. വിപണിയിലെ റിസ്ക് കുറയ്ക്കാനാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. ഈ 18 ഓഹരികളിൽ വിപണിയിലെ മൊത്തം പൊസിഷൻ പരിധിയുടെ 20%-ലധികം കൈവശം വെച്ചിരിക്കുന്നത് കേവലം 10 ക്ലയന്റുകളാണ്. അതായത് ചുരുക്കം ചില നിക്ഷേപകരുടെ കയ്യിൽ വലിയ തോതിൽ ഓഹരികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇത്തരത്തിൽ പൊസിഷനുകൾ ഒരു പരിധിയിൽ കൂടുതൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക് ഒഴിവാക്കാനാണ് മാർച്ച് സീരീസ് മുതൽ 15% അധിക എക്സ്പോഷർ മാർജിൻ ഈടാക്കാൻ എക്സ്ചേഞ്ച് തീരുമാനിച്ചത്. ഏതൊക്കെയാണ് ആ 18 ഓഹരികൾ എന്ന് ചോദിച്ചാൽ, വോഡഫോൺ ഐഡിയയും സെയിലും കൂടാതെ DLF, RBL ബാങ്ക്, ബന്ധൻ ബാങ്ക്, ഓറോബിന്ദോ ഫാർമ, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, NMDC, മണപ്പുറം ഫിനാൻസ്, ആദിത്യ ബിർള ക്യാപിറ്റൽ, കോൺകോർ, ക്രോംപ്ടൺ ഗ്രീവ്സ്, JSW എനർജി, LIC ഹൗസിംഗ് ഫിനാൻസ്, NBCC, പതഞ്ജലി ഫുഡ്സ്, സമ്മാൻ ക്യാപിറ്റൽ, ഇൻഡസ് ടവേഴ്സ് എന്നിവയാണ് ഈ ലിസ്റ്റിലുള്ളത്. നിങ്ങൾ ഈ ഓഹരികളിൽ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 25-ന്, അതായത് ഫെബ്രുവരി മാസത്തെ കോൺട്രാക്റ്റുകൾ അവസാനിച്ചാലുടൻ, അതായത് മാർച്ച് സീരീസ് മുതൽ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഓരോ മാസവും കഴിഞ്ഞ 3 മാസത്തെ ഡാറ്റ പരിശോധിച്ച് ഈ ലിസ്റ്റ് പുതുക്കുകയും ചെയ്യും. നിലവിൽ മറ്റേതെങ്കിലും സർവൈലൻസ് മാർജിനുള്ള ഓഹരികളാണെങ്കിൽ അതിൽ ഏതാണ് ഉയർന്നത്, സർവൈലൻസ് മാർജിൻ അല്ലെങ്കിൽ 15% എക്സ്ട്രാ മാർജിൻ, അത് നൽകേണ്ടി വരും. ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. വോഡഫോൺ ഐഡിയയുടെ ഒരു ഉദാഹരണം വെച്ച് ഈ 15% അധിക മാർജിൻ എങ്ങനെയാണ് ട്രേഡറെ ബാധിക്കുന്നതെന്ന് നോക്കാം. നിലവിൽ വോഡഫോൺ ഐഡിയയുടെ ഒരു ലോട്ട് എന്നത് 80,000 ഓഹരികളാണെന്ന് കരുതുക. നമുക്ക് ഈ കണക്ക് വെച്ച് നോക്കാം. സാധാരണ സാഹചര്യത്തിൽ പുതിയ നിയമത്തിന് മുൻപായിരുന്നെങ്കിൽ വോഡഫോൺ ഐഡിയയുടെ ഒരു ലോട്ട് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് 25% ആകെ മാർജിൻ വേണ്ടതെന്ന് കരുതുക. ഇതിൽ സ്പാൻ മാർജിനും എക്സ്പോഷർ മാർജിനും ഉൾപ്പെടുന്നുണ്ട്. വോഡഫോണിന്റെ ഓഹരി വില 15 രൂപ, ഒരു ലോട്ടിന്റെ ആകെ മൂല്യം 12 ലക്ഷം രൂപയാണെന്ന് കരുതുക. ആവശ്യമായ മാർജിൻ 25%. അതായത് 12 ലക്ഷം രൂപയുടെ ട്രേഡ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ 3 ലക്ഷം രൂപ ഉണ്ടായാൽ മതിയായിരുന്നു. പുതിയ നിയമം വന്നതിന് ശേഷം ഇപ്പോൾ NSE പറയുന്നത് വരാനിരിക്കുന്ന മാർച്ച് സീരീസ് മുതൽ ഈ 18 ഓഹരികൾക്ക് 15% അധിക മാർജിൻ നൽകണമെന്നാണ്. അതായത് നിങ്ങളുടെ പഴയ മാർജിൻ കൂടെ ഈ 15% കൂടെ ചേരും. പുതിയ മാർജിൻ അപ്പോൾ 40% ആകും. അതേ 12 ലക്ഷം രൂപയുടെ കോൺട്രാക്ട് ട്രേഡ് ചെയ്യാൻ പുതിയ മാർജിൻ 4,80,000 രൂപയായിട്ട് ഉയരും. വോഡഫോൺ ഐഡിയയിൽ പഴയതുപോലെ ഒരു ലോട്ട് ട്രേഡ് ചെയ്യാൻ ഇനി നിങ്ങൾക്ക്
ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏകദേശം 1.8 ലക്ഷം രൂപ അധികമായി ഉണ്ടായിരിക്കണമെന്ന് സാരം. കുറഞ്ഞ പണം ഉപയോഗിച്ച് വലിയ ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ കുറയുന്നു. ഇത് ചെറുകിട ട്രേഡർമാരെ ഈ ഓഹരികളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചേക്കാം. കൂടുതൽ പണം നൽകേണ്ടി വരുമ്പോൾ ട്രേഡേഴ്സിന്റെ എണ്ണം കുറയാനും അതുവഴി സ്റ്റോക്കിന്റെ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടാനും സാധ്യതയുണ്ട്. വോഡഫോൺ ഐഡിയ പോലുള്ള ഓഹരികളിൽ അമിതമായ രീതിയിൽ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നവരെ നിയന്ത്രിക്കാനാണ് ഈ നീക്കം. പണം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഴയതുപോലെ കൂടുതൽ ലോട്ടുകൾ എടുക്കാൻ കഴിയില്ല. അതേസമയം കമ്മോഡിറ്റി ട്രേഡേഴ്സിന് ആശ്വാസം നൽകുന്ന മറ്റൊരു വാർത്തയും NSE പുറത്തുവിട്ടിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഫ്യൂച്ചേഴ്സ് മാർജിന് ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വർണത്തിന് നൽകിയിരുന്ന 3% അധിക മാർജിനും വെള്ളിക്ക് നൽകിയിരുന്ന 7% അധിക മാർജിനുമാണ് എക്സ്ചേഞ്ച് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ഫെബ്രുവരി 19 മുതൽക്ക് തന്നെ നിലവിൽ വന്നിട്ടുണ്ട്. വൻകിട നിക്ഷേപകരുടെ പക്കൽ വലിയ തോതിൽ ഓഹരികൾ കുമിഞ്ഞുകൂടിയ സാഹചര്യത്തിൽ സ്റ്റോക്കുകളിൽ കൂടുതൽ സുരക്ഷിതമായി ട്രേഡിംഗ് നടത്താനാണ് NSE ഈ നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. അമിതമായി ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്.